എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷകൾ എപ്പോഴാണ് ആരംഭിക്കുക എന്നുള്ളതും എങ്ങനെയാണ് അപേക്ഷിക്കുക എന്നുള്ളതുമാണ് ഈ ഒരു വീഡിയോയിൽ. അതുപോലെ ആർക്കൊക്കെയാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക എന്നുള്ളതും ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് ജൂൺ 18-ാം തീയതിയോടെ, അത് 18, 19 ഈ ഒരു തീയതികൾ ഏതെങ്കിലും ഒരു ദിവസങ്ങളായിട്ട് നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷകൾ നടക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് അപേക്ഷ സമർപ്പിക്കാം എന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കേണ്ടത്. അത് ഫീസ് അടച്ച് സ്ഥിര പ്രവേശനമാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇതിന് ശേഷമാണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷകൾ ആരംഭിക്കുക. ഏകദേശം നിങ്ങൾക്ക് ഒരു ജൂൺ 19-ാം തീയതിയോടെ തന്നെ ട്രാൻസ്ഫറിൻ്റെ അപേക്ഷ ആരംഭിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ആരൊക്കെയാണ് ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കാനായിട്ട് ആർക്കൊക്കെയാണ് സാധിക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫറിന് ആർക്കൊക്കെയാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് 1, 2, 3 അലോട്ട്മെൻറ്റുകളിൽ പെർമനൻറ്റ് അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു ട്രാൻസ്ഫറിന് ആദ്യത്തെ ഫസ്റ്റ് ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുക. ഫസ്റ്റ് ട്രാൻസ്ഫറിന് ശേഷം സെക്കൻഡ് ട്രാൻസ്ഫർ ഉണ്ട്. സെക്കൻഡ് ട്രാൻസ്ഫറാണ് ജില്ല കൂടി മാറാൻ പറ്റുന്ന ജില്ലാന്തര ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിലവിൽ ഈ ഒരു സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫറിന് സ്കൂളും കോഴ്സും മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. എന്നാൽ നിങ്ങൾക്ക് ഈ ഒരു ജില്ലാന്തര ട്രാൻസ്ഫർ ആണെങ്കിൽ നിങ്ങൾക്ക് സ്കൂളും മാറാം, കോഴ്സും മാറാം, അതുപോലെ സ്കൂളും കോഴ്സും ജില്ലയും ഒരുമിച്ച് മാറാം. അപ്പോൾ ഈ ഒരു രീതിയിൽ അത് നിങ്ങൾക്കിപ്പോൾ മറ്റൊരു ജില്ലയിലെ മറ്റൊരു സ്കൂളിലേക്ക് വേണമെങ്കിൽ ട്രാൻസ്ഫർ വയ്ക്കാം. അതുപോലെ വേറൊരു ജില്ലയിലെ വേറൊരു സ്കൂളിലേക്കും, അതുപോലെ നിങ്ങൾക്ക് നിലവിൽ കിട്ടാതെ മറ്റൊരു കോഴ്സിലേക്കും നിങ്ങൾക്ക് ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷനുകൾ വെക്കാം. ഇതാണ് ജില്ലാന്തര ട്രാൻസ്ഫർ എന്ന് പറയുന്ന സെക്കൻഡ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് നിങ്ങൾക്ക് ഈ 1, 2, 3 അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കായിരിക്കും ഈ ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുക. ഫസ്റ്റ് ട്രാൻസ്ഫറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് ഈ ട്രാൻസ്ഫറിന് സാധാരണഗതിയിൽ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസരം കൊടുക്കാറില്ല. നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ തേർഡ് അലോട്ട്മെൻറ്റിലോ ആണ് ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതിന് പ്രത്യേകിച്ച് പ്രോബ്ലം ഉണ്ടാവില്ല. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് ആണെങ്കിൽ ഈ സെക്കൻഡ് ട്രാൻസ്ഫറിനാണ് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുക. അപ്പോൾ 1, 2, 3 അലോട്ട്മെൻറ്റുകളുടെ കാര്യം പറഞ്ഞു. അപ്പോൾ ഏതൊക്കെ കോട്ടയിൽ ഉള്ളവർക്കാണ് ഈ അപേക്ഷ സമർപ്പിക്കാൻ പറ്റുക എന്ന് ചോദിച്ചാൽ, കാൻഡിഡേറ്റ് ലോഗിൻ SWS മുഖേന അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ, അതുപോലെ കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് മുഖേന അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ, അതുപോലെ കാൻഡിഡേറ്റ് ലോഗിൻ MRS മുഖേന അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ എന്നിങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ കമ്മ്യൂണിറ്റി കോട്ടയിലോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് കോട്ടയിലോ ആണ് അഡ്മിഷൻ നേടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഈ ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത് അല്ല എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കാം. ഇനി ട്രാൻസ്ഫറിന് എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് മുന്നോടിയായിട്ട് തന്നെ വെബ്സൈറ്റിൽ ഓരോ സ്കൂളിലെയും ഓരോ കോഴ്സിലെയും വേക്കൻസീസ് എത്രയാണ് എന്നുള്ള കാര്യം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. അപ്പോൾ അങ്ങനെ വേക്കൻസി പ്രസിദ്ധീകരിച്ചതിന് ശേഷം നിങ്ങൾക്ക് ആ വേക്കൻസി ഇല്ലാത്ത സ്കൂളുകളിലേക്ക് കൂടി നിങ്ങൾക്ക് ഓപ്ഷനുകൾ വെക്കാം. കാരണം ഇപ്പോൾ ഒരു സ്കൂളിൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എന്ന സ്കൂളിൽ 0 വേക്കൻസി ആണെന്ന് വിചാരിക്കാം. അത് ബയോളജി സയൻസിന് 0 വേക്കൻസി ആണെന്ന് വിചാരിക്കാം. ഇപ്പോൾ ആ ഒരു സ്കൂളിൽ നിന്നും പല വിദ്യാർത്ഥികളും ഇങ്ങനെ ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷൻ വെച്ചിട്ടുണ്ടാകും. അതായത് ചിലപ്പോൾ ആ ഒരു സെയിം സ്കൂളിലേക്കായിരിക്കും, അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലേക്കായിരിക്കും, അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലേക്കുള്ള മറ്റൊരു കോഴ്സിലേക്കായിരിക്കും വെച്ചിട്ടുണ്ടാവുക. ഇവിടെ ആ ഒരു സെയിം കോഴ്സിലേക്ക് ആയിരിക്കും വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇങ്ങനെ പല വിദ്യാർത്ഥികൾക്കും ട്രാൻസ്ഫർ ലഭിക്കുന്ന സാഹചര്യത്തിൽ ആ ഒരു 0 എന്നുള്ള സീറ്റ് മാറിയിട്ട് 1, 2, 3 ഈ രീതിയിൽ അവിടുത്തെ സീറ്റ് വേക്കൻസി കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ അവിടെ സീറ്റ് വേക്കൻസി വരുന്ന സാഹചര്യത്തിൽ മറ്റ് വിദ്യാർത്ഥികൾ ഈ സ്കൂളിലെ ആ ഒരു ബയോളജി സയൻസിലേക്ക് ഓപ്ഷൻ വെച്ചിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ വെക്കുന്ന സാഹചര്യത്തിൽ ആ സ്കൂളിൽ ഓപ്ഷൻ വെച്ച വിദ്യാർത്ഥികൾക്ക് അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ കിട്ടും. അപ്പോൾ ഈ രീതിയിലാണ് ഈ ട്രാൻസ്ഫറിൻ്റെ കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കൂളുകളിലേക്ക്, ഇഷ്ടമുള്ള കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫറിനായിട്ടുള്ള ഓപ്ഷനുകൾ വെക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ട്രാൻസ്ഫറിന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ഫർ അപേക്ഷ ഫൈനൽ കൺഫർമേഷൻ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ഓപ്ഷൻ എഡിറ്റ് ചെയ്യാനോ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാനോ ഒന്നും സാധിക്കില്ല. അതുപോലെ അലോട്ട്മെൻറ്റ് റദ്ദ് ചെയ്യാനോ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ സ്കൂൾ വേണ്ടാന്ന് വെക്കാനോ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫറിനായിട്ട് അപേക്ഷ സമർപ്പിക്കും മുമ്പായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഓപ്ഷനുകൾ ഏതൊക്കെയാണ്, നിങ്ങൾക്ക് പഠിക്കാൻ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള കോഴ്സ് ഏതാണ്, സ്കൂൾ ഏതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം മാത്രം ഓപ്ഷൻ കൊടുക്കുക. വേക്കൻസി ഇല്ലാത്ത സ്കൂളുകളിലേക്ക് കൂടി നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാനായിട്ട് സാധിക്കുന്നതാണ്. കാരണം പല വിദ്യാർത്ഥികൾക്കും ട്രാൻസ്ഫർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ട് വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ വേക്കൻസി പല സ്കൂളുകളിലും ആ ഒരു സമയത്തില്ല എങ്കിൽ കൂടി നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ട്രാൻസ്ഫറിനായിട്ട് എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കുക എന്ന് നോക്കാം. അപ്പോൾ ആരൊക്കെയാണ് ട്രാൻസ്ഫറിന് അപേക്ഷിക്കും മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് സ്കൂളും കോഴ്സുമാണ് ഫസ്റ്റ് ട്രാൻസ്ഫറിൽ മാറ്റം വരുത്താൻ പറ്റുക. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സിലേക്ക് ഓപ്ഷൻ വെക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റൊരു സ്കൂളിലേക്ക് കോഴ്സ് മാറാതെ ഓപ്ഷൻ വെക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റൊരു സ്കൂളിലേക്ക് കോഴ്സും ആ ഒരു സ്കൂളും ഉൾപ്പെടെ മാറുന്ന രീതിയിൽ ഓപ്ഷൻസ് വെക്കാം. ഈ ഒരു രീതിയിൽ 3 തരത്തിലാണ് ഫസ്റ്റ് ട്രാൻസ്ഫറിന് ഓപ്ഷനുകൾ വെക്കാൻ പറ്റുക. പിന്നീട് സെക്കൻഡ് ട്രാൻസ്ഫർ ആണെങ്കിൽ നിങ്ങൾക്ക് നിലവിലെ സ്കൂളിൽ നിന്നും മറ്റൊരു ജില്ലയിലെ ഏതെങ്കിലും ഒരു സ്കൂളിലേക്ക് ഓപ്ഷൻ വെക്കാം. അതുപോലെ തന്നെ നിലവിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ നിന്നും, അതായത് ആ ഒരു കോഴ്സ് മാറ്റിയിട്ട് മറ്റൊരു ജില്ലയിലെ സ്കൂളിൽ മറ്റൊരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫർ വെക്കാം. ഇതാണ്
അതുപോലെ തന്നെ നിങ്ങൾക്ക് നിലവിലെ സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്ക്, നിലവിലെ സ്കൂളിൽ നിന്നും മറ്റൊരു സ്കൂളിലേക്കും, മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കുമൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസ്ഫറിന് ഓപ്ഷൻ വെക്കാം. ഇതാണ് സെക്കൻഡ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ട്രാൻസ്ഫർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് അല്ലെങ്കിൽ സ്കൂൾ കിട്ടിയിട്ടില്ലെങ്കിൽ അത് മാറുന്നതിനായിട്ടുള്ള ഒരു അവസരം എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും ട്രാൻസ്ഫർ കിട്ടണമെന്നൊന്നും നിർബന്ധമല്ല. അതുപോലെ നിങ്ങളുടെ ഒരു ഭാഗ്യം പോലെയാണ്. അതായത് ആ ഒരു സ്കൂളിൽ വാക്കൻസി ഉണ്ടോ, അതുപോലെ തന്നെ ആ ഒരു സ്കൂളിൽ നിന്ന് എത്ര വിദ്യാർത്ഥികൾ അങ്ങോട്ടേക്ക് വേറെ സ്കൂളിലേക്ക് പോകുന്നുണ്ട്, അതുപോലെ തന്നെ എത്ര സീറ്റ് വാക്കൻസി അവിടെ ഓൾറെഡി ഉണ്ട് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം പറയുന്നത്. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് എങ്ങനെയാണ് ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ HSK വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക, കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും കൊടുത്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെൻഡ് OTP എന്നുള്ള ഓപ്ഷൻ ചോദിക്കും. അപ്പോൾ ആ ഒരു സെൻഡ് OTPയിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന OTP നൽകുക, ലോഗിൻ ചെയ്യുക. അപ്പോൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് പോകാൻ പറ്റുന്നതാണ്. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്ലൈ ഫോർ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലിങ്ക് കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ പിന്നീട് പോകുന്ന പേജിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നൽകി കഴിഞ്ഞാൽ, അത് SSLC രജിസ്റ്റർ നമ്പർ നൽകി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസും അവിടെ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് സ്കൂളിലാണോ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്, അതായത് നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടുണ്ടായിരുന്ന ആ ഒരു സ്കൂൾ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഏത് കോഴ്സ് കോമ്പിനേഷനിലാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തതായിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് സ്കൂളിലേക്ക്, ഏത് കോഴ്സിലേക്ക് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ നമ്പർ എത്രാമതാണെന്ന് ലാസ്റ്റ് എന്നുള്ളത് ഡിഫോൾട്ട് ആയിട്ടുണ്ടാകും. അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ നിങ്ങൾ ഓപ്ഷൻ നൽകുന്ന സമയത്ത് ആ ഒരു ഓപ്ഷൻ്റെ സ്ഥാനം നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ സ്കൂളിൻ്റെ കോഡ് ഇവിടെ എഴുതാം. അതിനുശേഷം നിങ്ങൾക്ക് ഏത് കോഴ്സ് കോമ്പിനേഷനിലാണോ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നത് ആ ഒരു കോഴ്സ് കോമ്പിനേഷൻ കൊടുക്കാം. അതിനുശേഷം ആഡ് ഓപ്ഷൻ ഉണ്ടാകും, അത് ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എത്രത്തോളം ഓപ്ഷൻസ് എങ്ങോട്ടേക്കൊക്കെ ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നുണ്ടോ അതനുസരിച്ചൊക്കെ നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാൻ സാധിക്കുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ മാത്രം ട്രാൻസ്ഫറിന് ഓപ്ഷൻ വെക്കുക. അതുപോലെ തന്നെ നിലവിലെ കോഴ്സിൽ നിങ്ങൾക്ക് തീരെ താല്പര്യമില്ലെങ്കിൽ മാത്രമേ കോഴ്സ് മാറ്റുന്നതിനായിട്ട് ഓപ്ഷൻ വെക്കാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കോഴ്സോ സ്കൂളോ അല്ലെങ്കിൽ ഇവ രണ്ടുമോ മാറുന്നതിനായിട്ട് ഓപ്ഷൻ ഈ ഒരു ഫസ്റ്റ് ട്രാൻസ്ഫറിൽ ഓപ്ഷൻ വെക്കാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് വേണ്ട ഓപ്ഷനുകളൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. അതുപോലെ തന്നെ ഡിക്ലറേഷൻ ബട്ടൺ ഉണ്ട്. അവിടെ നിങ്ങളുടെ പാരൻറ്റിൻ്റെ പേരുണ്ടാകും. ഞാൻ ഇന്ന ആളാണ്, ഇന്ന ആളുടെ അതായത് പാരൻ്റാണ്. അപ്പോൾ ഈ ഒരു വിദ്യാർത്ഥിക്ക്, അതായത് ഈ ഒരു ട്രാൻസ്ഫർ കിട്ടുകയാണെങ്കിൽ ആ ഒരു കിട്ടിയിട്ടുള്ള സ്കൂളിലേക്ക് പോകാം അല്ലെങ്കിൽ കോഴ്സിലേക്ക് മാറാമെന്ന് സമ്മതിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു രീതിയിലുള്ള, അതായത് നിങ്ങളുടെ ഒരു അക്നോളജ്മെൻറ്റ് എന്നുള്ള രീതിയിലാണ്, സമ്മതപത്രം എന്നുള്ള രീതിയിലാണ് ആ ഒരു ചെക്ക് ബോക്സിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ഫൈനൽ കൺഫർമേഷൻ ഓപ്ഷൻ ഉണ്ടാകും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫൈനൽ കൺഫർമേഷൻ ചെയ്യും മുമ്പായിട്ട് നിങ്ങളുടെ ആ ഒരു ട്രാൻസ്ഫർ ആപ്ലിക്കേഷനിൽ ഏതെങ്കിലും ഓപ്ഷൻ റിമൂവ് ചെയ്യേണ്ടതായിട്ടുണ്ടോ, പുതിയത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ഒരു തവണ ഫൈനലായിട്ട് അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് യാതൊരു കാരണവശാലും എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് കൺഫർമേഷൻ ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവും. പിന്നീട് ഒരു ദിവസം, അത് 2 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് വരുന്നതാണ്. അപ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുക, കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്നുള്ള ലിങ്ക് മുഖേന ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞുകൊണ്ട് കാണുന്നുണ്ടെങ്കിൽ, പച്ച കളറിൽ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയെന്ന് മനസ്സിലാക്കാം. സോറി, യു ഹാവ് നോട്ട് ട്രാൻസ്ഫർ എന്നാണെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഓപ്ഷൻ വെച്ച സമയത്ത്, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ ഓപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നത്, എനിക്കിപ്പോൾ ഏതെന്ന സ്കൂളിലാണ് എനിക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ്. അപ്പോൾ ഞാൻ അവിടെ അഡ്മിഷൻ നേടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ ഒരു സ്കൂളിൽ നിന്നും ആ ഒരു സെയിം സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സിലേക്ക് ഞാൻ ട്രാൻസ്ഫർ ഓപ്ഷൻ വെച്ചത്. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ളതെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് വല്ല ഫീസും ഉണ്ടെങ്കിൽ, എക്സ്ട്രാ വല്ല ഫീസും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അടച്ചാൽ മതിയാകും. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ സെയിം സ്കൂളിൽ തന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് മറ്റൊരു സ്കൂളിലേക്കാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയതെങ്കിൽ നിങ്ങൾ നിലവിലെ സ്കൂളിൽ നിന്ന് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സൊക്കെ കാര്യങ്ങളൊക്കെ തിരിച്ചു തരും. അപ്പോൾ അത് തിരിച്ചു വാങ്ങിച്ച് നിങ്ങൾ പുതുതായിട്ട് കിട്ടിയ സ്കൂളിലേക്ക് മാറാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു സ്കൂളിൽ തന്നെ മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഭാഗമായിട്ട് എക്സ്ട്രാ ഫീസ് ഉണ്ടെങ്കിൽ ആ ഒരു ഫീസും അതോടൊപ്പം നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സും അതുപോലെ തന്നെ നിങ്ങൾ അടച്ച PTA ഫണ്ട്, PTA ഡൊണേഷൻ എന്നിവയൊക്കെ തിരിച്ചു തരും. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച ശേഷം നിങ്ങൾ പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ നേടുക. നിങ്ങളുടെ അഡ്മിഷൻ ഫീസ് തിരിച്ചു തരുന്നതല്ല, അതിന് പകരം നിങ്ങൾക്ക് പുതിയ സ്കൂളിൽ നിങ്ങൾ ഓൾറെഡി അഡ്മിഷൻ ഫീസ് അടച്ചതിൻ്റെ റെസിപ്റ്റ് കൊടുത്താൽ മതിയാകും. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ വീണ്ടും സ്കൂളിൽ അഡ്മിഷൻ ഫീസ് അധികമായിട്ട് അടക്കേണ്ട ആവശ്യമായിട്ട് വരുന്നതല്ല. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്, ട്രാൻസ്ഫറിന് അപേക്ഷിച്ചു വന്നാൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് നിലവിൽ എവിടെയാണോ അഡ്മിഷൻ ഉള്ളത് ആ ഒരു സീറ്റിൽ തന്നെ തുടരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ട്രാൻസ്ഫറിന് അപേക്ഷിച്ചു എന്ന് കരുതി നിങ്ങളുടെ സീറ്റൊന്നും നഷ്ടപ്പെടുന്നില്ല. ട്രാൻസ്ഫർ കിട്ടുകയാണെങ്കിൽ മാത്രമാണ് സീറ്റ് നഷ്ടപ്പെടുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികളുടെ ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി ഫസ്റ്റ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഈ ഒരു ജൂൺ 19-ാം തീയതിയോടെ
വരാനാണ് സാധ്യത. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് ഫോർ വാച്ചിങ്.